ഞാൻ ഈ അടുത്ത് ഒരു 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 പോസ്റ്റർ ഉണ്ടാക്കിയിട്ടു. ആ പോസ്റ്റർ ഉണ്ടായിരുന്നു, ഇഫ് സംവൺ വേർഡ്സ് ഇൻസ്പയർ യു, യു നീഡ് ടു ലിസൺ ദം മോർ ആൻഡ് മോർ. അഥവാ ആരുടെയെങ്കിലും ഒരാളുടെ വാക്ക് നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടുതൽ കൂടുതൽ കേൾക്കണം. ഇതായിരുന്നു ആ ഒരു മെസ്സേജ്. അപ്പോൾ അതിന് കുറേ ആളുകൾ എന്നോട് പേഴ്സണലി പറഞ്ഞു, നല്ല അടിപൊളിയായിട്ടുണ്ട് ആ വിഷയം എന്ന് പറഞ്ഞു. ഞാനത് വെറുതെ പറഞ്ഞല്ല, അതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്, ഞാൻ പറയാം. അഥവാ ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് കുറേ ക്ലാസ്സുകളൊക്കെ പോയി, ജീവിതത്തിലൊരു മാറ്റം വന്നില്ല. ഞാനൊരിക്കൽ ഒരാളുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോയി. ഞാനിങ്ങനെ ഒരു മുഖവരൊന്നുമില്ല, ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ ശരിയാവും എന്നുള്ള നിലക്കാണ് പോയത്. അങ്ങനെ പോയി ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അതെൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ്, ഇഫ് യു ബിലീവ് യു ക്യാൻ, യു ക്യാൻ. ഇഫ് യു ബിലീവ് യു കാൺ, യു കാൺ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നടക്കും, എന്ത് കാര്യം നടക്കും. നിങ്ങൾക്ക് നടക്കുമെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നടക്കും. ഇനി നിങ്ങൾക്ക് ആ കാര്യം നടക്കൂല എന്നുള്ള വിശ്വാസം ഉണ്ടോ? നടക്കൂല കേട്ടോ, അത് നടക്കൂല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കിങ്ങനെ മുച്ചറിയുണ്ട്, സംസാരിക്കാൻ പ്രയാസമുണ്ട്, പിന്നെ ഞാനെങ്ങനെ ഒരു സ്പീക്കറാവുക. അപ്പം അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ പിന്നെ ഇന്നിങ്ങനെ ഇൻസ്പയർ ചെയ്തു. കാരണം നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നടക്കാൻ എല്ലാവർക്കും ഒരേ റൂളാണ്. പണിയെടുക്കണം, അധ്വാനിക്കണം, പ്ലാൻ വേണം, ഗോൾ വേണം, രാവിലെ ഇരുന്നത് പ്രാക്ടീസ് ചെയ്യണം, നല്ലൊരു സ്പീക്കറാവുള്ളൂ. എല്ലാ സ്പീക്കർമാർക്കും ഒരൊറ്റ റൂളേ ഉള്ളൂ, അത് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം പിന്നെയും എൻ്റെ മനസ്സിങ്ങനെ എനിക്ക് പറ്റൂല, കാരണം എനിക്ക് മുച്ചറിയുണ്ട്, ഞാൻ സംസാരിച്ചാൽ ക്ലിയർ ആവില്ല, ആളുകൾ എന്നെ കേൾക്കൂല, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോഴും ഈ വാക്കുകൾ എന്നെ പ്രചോദിപ്പിച്ചു. നീ വിചാരിച്ചാൽ നടക്കും, നീ വിചാരിച്ചില്ലേ നടക്കൂല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രതീക്ഷ വരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഗോളൊക്കെ സെറ്റ് ചെയ്ത് രാവിലെ നേരത്തെ എണീറ്റ്. അപ്പോൾ അന്ന് ഞാൻ ദമാം ജുബൈൽ സിറ്റിയിൽ, അപ്പോൾ എന്നും രാവിലെ കടൽ തീരത്തൊക്കെ പോകും, അവിടെ ഇരിക്കും, ഫ്രീ ആയിട്ട് മൈൻഡിന് ഫ്രീ ആയിട്ട് ഇരിക്കും. കുറേ പ്രാക്ടീസ് ചെയ്യും, നോക്കി സംസാരിക്കും, റൂമിൽ വന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് ഈ പ്രഭാഷണം അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് എന്ന ഈ ഒരു മേഖലയിലേക്ക് ഞാൻ വരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ വാക്ക് കേട്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ വാങ്ങി വായിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ പ്രഭാഷണങ്ങൾ വീണ്ടും കേട്ടു. ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇത് കേട്ടുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ അധികവും അദ്ദേഹത്തിൻ്റെ കുറേ പ്രഭാഷണങ്ങൾ കേൾക്കും. ഞാൻ പറയുന്നത് ഇതാണ്, ഒരാളുടെ വാക്ക് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ വീണ്ടും 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 കേൾക്കണം. അപ്പം എൻ്റെ ഒരു ബെസ്റ്റ് മെൻറ്റർ, ബെസ്റ്റ് സുഹൃത്ത്, അപ്പം ഞങ്ങളെപ്പോഴും ഞങ്ങൾ ലോകത്ത്, അദ്ദേഹം നല്ല ട്രാവലിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പം എന്തായാലും ഒരു 15 ദിവസത്തിൽ ഒരിക്കൽ ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിരിക്കും. അത് ചിലപ്പോൾ ദുബൈയിലാവാം, ചിലപ്പോൾ സൗദിയിലാവാം, ചിലപ്പോൾ നാട്ടിലാവാം, ചിലപ്പോൾ മറ്റേതെങ്കിലും രാജ്യങ്ങളിലാവാം. പക്ഷേ 15 ദിവസത്തിൽ ഞങ്ങൾ കണ്ടിരിക്കും. അന്ന് ഞങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യും പരമാവധി. അപ്പോൾ അന്ന് നമ്മുടെ നിലവിലെ അവസ്ഥകൾ, പ്ലാൻ, ഇതെല്ലാം റിവ്യൂ ചെയ്യും. അപ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ. അപ്പം അടുത്ത ഒരു 10-15 ദിവസം മൂവ് ചെയ്യാനുള്ള എല്ലാ എനർജിയും കിട്ടുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ ആഴ്ചയും ഓൺലൈനിൽ കണക്ട് ചെയ്യുന്നൊരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് എൻ്റെ പ്ലാനുകൾ പറയും, കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ അദ്ദേഹം എന്നെ മോട്ടിവേറ്റ് ചെയ്യും, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ പ്രചോദിപ്പിക്കും. അപ്പോൾ ഞാൻ പറയുന്ന ഇതാ, നമ്മളെ ചുറ്റും ആരാണോ അതനുസരിച്ചുണ്ടാവും നമ്മുടെ വിജയം. നടക്കത്തില്ല, പറ്റത്തില്ല, ഒക്കത്തില്ല, ശരിയാവത്തില്ല എന്ന് പറയുന്ന ഒരു ടീം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ 100% ഉറപ്പാണ് നടക്കത്തില്ല, പറ്റത്തില്ല, ഒക്കത്തില്ല, അങ്ങനെ തന്നെ അത് വരുള്ളൂ. അതേസമയം അൺകണ്ടീഷണലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ആക്ഷൻ എടുക്കാൻ. അത് മാത്രം മതി നമ്മളെ ഇൻസ്പയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരാണ്, ഞാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ എൻ്റെ കാല് പിടിച്ച് താത്തിയിടുന്നവരാണോ, അതല്ല അവൻ്റെ ഷോൾഡർ എന്താ ഇവിടെ ചവിട്ടിക്കോ കയറിക്കോ എന്ന് പറയുന്ന സുഹൃത്തുക്കളാണോ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ആ പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്, ഇഫ് സംവൺ വേർഡ്സ് ഇൻസ്പയർ യു ടു ടേക്ക് ആൻ ആക്ഷൻ, യു നീഡ് ടു ലിസൺ ദം മോർ ആൻഡ് മോർ. ഒരാളുടെ വാക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും 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 അവരെ കേട്ടുകൊണ്ടേയിരിക്കണം. അഥവാ നല്ല പോസിറ്റീവ് വൈബുള്ള ആളുകളോടുകൂടെ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ സമയം നമ്മൾ ചെലവഴിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ പോലും അറിയാതെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പം നല്ല കുറേ സുഹൃത്തുക്കളെ കണ്ടെത്തുക, നല്ല അൺകണ്ടീഷണലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കുക. ഒരു 3-4 ആൾ, അവരുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മാറ്റിയെടുക്കും, നിങ്ങളുടെ ലൈഫ് മാറിയിരിക്കും.
നിങ്ങളെപ്പോഴും പോസിറ്റീവ് വൈബിലായിരിക്കും, നിങ്ങളെപ്പോഴും ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കും, ജീവിതം വേറൊരു ലെവലായിരിക്കും. വീണ്ടും മറ്റൊരു ആശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.